ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൻ. ഇന്ന് ഇവിടെ ഒരു റവ ലഡ്ഡു ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടും വളരെ വേഗത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ ലഡ്ഡുവിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനിവിടെ 1 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1 നുള്ള് ഏലക്കാപ്പൊടിയും പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പീര. ഇത് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടിപ്പരിപ്പ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു റവ ലഡ്ഡു തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആദ്യം. ഇതിനി തയ്യാറാക്കാൻ നമുക്ക് പാലും കൂടെ വേണം കേട്ടോ. പാൽ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി. നമുക്ക് ആദ്യം കശുവണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കശുവണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റിയെടുക്കാം. കശുവണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ വറുത്ത് കോരി മാറ്റിയെടുത്തു. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഇത് നെയ്യിൽ കിടന്ന് മൂത്തൊന്ന് ഒരു നല്ല മണം വരും റവ വറക്കുന്നതിൻ്റെ. ഒരുപാടങ്ങ് ബ്രൗൺ കളറാക്കി വറുത്തെടുക്കണ്ട. ഒരു മണം വരുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഒരു 3 മുതൽ 4 മിനിറ്റാണ് ഇത് വറക്കാൻ വേണ്ട സമയം. നമുക്ക് ഒരു 4 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പാടില്ല ഫ്ലെയിമിൽ. അപ്പോൾ അതിൻ്റെ കളറും മാറും, ഒരു കരിഞ്ഞ മണം പോലെ വരികയും ചെയ്യും. അപ്പോൾ നമുക്കിതൊരു 3 to 4 മിനിറ്റ്സ് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. വലിയ തരിയുള്ള റവയും കിട്ടും, ചെറിയ തരിയായിട്ടുള്ളതും കിട്ടും. ഏത് റവ ആയാലും കുഴപ്പമില്ല. ചെറിയ തരിയായിട്ടുള്ള റവയാണെങ്കിൽ ഇതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ പെട്ടെന്നത് വറുത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റും കൂടെ ഇത് വറുത്തെടുക്കാം. നമ്മുടെ റവ ഒരു 4 മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് റവ റോസ്റ്റ് ആകുന്നതിൻ്റെ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് മിക്സിയിലൊന്ന് കറക്കി തേങ്ങാപ്പീര എല്ലാം ഒരേ സൈസിലാക്കി എടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. തേങ്ങാപ്പീര എടുക്കുമ്പം വെളുത്ത കളറിലുള്ള പീര മാത്രം എടുക്കുകയാണെങ്കിൽ ലഡ്ഡുവിന് നല്ല വെള്ള കളറായിരിക്കും. ഇപ്പം ഞാനെടുത്ത തേങ്ങയിൽ കുറച്ച് ആ ബ്രൗൺ സ്കിന്നും കൂടെ വന്നിട്ടുണ്ട്. നല്ല പ്യുവർ വൈറ്റ് കളറിൽ വരുന്ന കാര്യം ഡൗട്ടാണ്. ഇത് 2 മിനിറ്റോളം നമുക്കൊന്ന് വറുത്തെടുത്ത് കൊണ്ടുവരാം. നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1 നുള്ള് ഏലക്കപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഏലക്കപ്പൊടി വളരെ കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ. കാരണം ഏലക്കപ്പൊടി കൂടുതൽ ഇട്ടാൽ ഏലക്കയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് 1 നുള്ള് ഏലക്കപ്പൊടി മാത്രം ഇട്ടാൽ മതി. ഇനി ഏലക്കയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്ക ഇടാതെ തയ്യാറാക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ഷുഗറൊക്കെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ച് 2 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കി കൊണ്ടുവരാം.
നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരാം. നമ്മളിത് റവയൊക്കെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് 2 ബൗളിലേക്കാണ് ഇടുന്നത്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. നമ്മൾ 2 ബൗളിലേക്കായിട്ട് കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചായിട്ട് പാല് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ. പാൽ ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല, കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഏത് വലിപ്പത്തിൽ വേണോ അതുപോലെ നമുക്കിത് ഉരുട്ടി റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു 5 ലഡ്ഡു കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പം 5 ലഡ്ഡു ഈ ബൗളിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബൗളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഈ ലഡ്ഡു വൈറ്റ് കളറിലാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് യെല്ലോ കളറിൽ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തിളച്ച പാല് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ നമുക്കിതും ഉരുട്ടിയെടുക്കണം. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്കൊന്ന് ഉരുട്ടിയെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 കളറിൽ തയ്യാറാക്കിയിട്ടുണ്ട്, വൈറ്റ് കളറിലും യെല്ലോ കളറിലും. എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അല്ലേ? ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ റവ ലഡ്ഡു തയ്യാറാക്കി നോക്കണം. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പക്ഷെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന യെല്ലോ ലഡ്ഡുവിനാണെങ്കിൽ അവർ ഫുഡ് കളറായിരിക്കും ചേർക്കുന്നത്. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം. ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ ഇത് തയ്യാറാക്കിയതിന് ശേഷം ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം കഴിക്കുക. അപ്പോഴത്തേക്ക് നല്ല ഹാർഡായിട്ട് നല്ലൊരു ടൈറ്റായിട്ട് കിട്ടും. ഇപ്പം പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും.